എൻ്റെ ഉമ്മ എന്നോട് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ എന്ത് ധൈര്യത്തിലാണ് എപ്പോഴും ഒറ്റയ്ക്ക് ഈ ട്രാവൽ ചെയ്യുന്നതെന്നുള്ളത്. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക ഹെൽപ്പിന് എന്നുള്ളത് എൻ്റെ ഉമ്മാൻ്റെ എപ്പോഴത്തെ ഒരു കൺസേൺ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളെ ഏത് സമയത്തും എന്താ പറയുക ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ പഠിച്ചോ നമ്മളെ അടുത്തേക്ക് അയക്കുമെന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. കാരണം ഞാൻ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വന്ന് ഞാൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ 2 ഗേറ്റും തമ്മിൽ മാറിപ്പോയി. എന്നിട്ട് ഞാൻ വേറെ ഏതോ ഏരിയയിൽ എത്തിപ്പെട്ടു. അപ്പോൾ എനിക്ക് തിരിച്ച് റൂമിലേക്ക് വരാൻ ഒരു വഴിയില്ല. അങ്ങനെ ഞാൻ ടാക്സി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ലുലുവിൻ്റെ ഒരു ഏരിയയിൽ പോയതാണ്. എനിക്ക് തോന്നുന്നു ലുലുവിലേക്ക് സാധനം എടുക്കുന്ന ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. ആ സമയത്ത് സത്വ ലുലുവിലെ കാടാമ്പുള്ളൊരു കക്ക, എനിക്ക് ആളെ പേരറിയില്ല, ഞാൻ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. പക്ഷേ ഇവരായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അവരെ വണ്ടി എടുത്തിട്ട് ലുലുവിൻ്റെ വണ്ടി എടുത്തിട്ട് എന്നെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെവിടെ പെട്ട് കഴിഞ്ഞാലും നമ്മളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ കുറേ മനുഷ്യന്മാരെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഞങ്ങളൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ തുറന്നപ്പോൾ പക്ഷേ ഫോൺ ഓഫായി. നല്ല ഭാഗ്യം എനിക്ക് എന്തായാലും. എനിവേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു കാര്യമാണിത്. നമ്മൾ കൊടുത്തൊന്നും നമുക്ക് തിരിച്ചു കിട്ടാണ്ട് പോകുന്നില്ല. ഇന്നിപ്പം അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ബട്ട് അവരെന്നെ ഇവിടെ കൊടുന്നാക്കി തന്നെ എൻ്റെ റൂമിൽ ഇവിടെ ഗേറ്റിനവിടെ എത്തിയിട്ട് ഞാൻ ഗേറ്റ് തുറന്ന് അതുതന്നെയാണ് റൂമെന്ന് ഉറപ്പാക്കിയിട്ടാണ് അവർ പോകുന്നത്. ഇതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിലുള്ള ലവ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഹാപ്പി.